ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എന്ത് പറയുന്നു എല്ലാവരും? സുഖമായിട്ടിരിക്കുന്നോ? പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു അല്ലേ? ഇന്ന് ടീച്ചർ വന്നേക്കുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറി ആയിട്ടാണ് കേട്ടോ. വേർഡ് പവർ മേ ഡി സി ബൈ നോമൻ ലെവിസ് എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസ്സുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് കാണുക കേട്ടോ. എന്നിട്ട് സെക്കൻഡ് ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. PDF നോട്ട്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായിട്ടുള്ള എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജു എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിന്റെ PDF നോട്ട്സ് കിട്ടും. അതുപോലെ തന്നെ MCQ പ്രാക്ടീസും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും ഞങ്ങൾക്ക് വളരെ വലിയ സപ്പോർട്ടാണ് നൽകുന്നത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസ് 2 ബേസ്ഡ് ഓൺ വേർഡ് പവർ മേ ഡി സി ബൈ നോമൻ ലെവിസ്. നമ്മൾ ചാപ്റ്റർ 1 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ 10 വേർഡ്സ് ആണ് ഓരോ ചാപ്റ്ററിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തിരുന്നാലും ഈ ഒരു ബുക്ക്, അതായത് വേർഡ് പവർ മേ ഡി സി എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ട് കുറേയേറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേർഡ് നോക്കിക്കേ. ഫസ്റ്റ് വേർഡ് എന്താ? അൾട്രോയിസ്റ്റ്. എന്താണ്? അൾട്രോയിസ്റ്റ് എന്നാണ് ഫസ്റ്റ് വേർഡ്. എന്താണ് അതിന്റെ മീനിങ്? ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ പരോപകാരി. നമ്മൾ പറയത്തില്ലേ, വളരെ വലിയ പരോപകാരിയാണ് എന്ന് പറയത്തില്ലേ, അതാണ് ഇവിടെ അൾട്രോയിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരോപകാരി. ഓക്കെ, മറ്റൊരു വേർഡ് നമുക്ക് പറയുകയാണെങ്കിൽ നിസ്വാർത്ഥൻ. ഓക്കെ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ അൾട്രോയിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അൾട്രോയിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ഇയാളെ ഹെൽപ്പ് ചെയ്യാണ് മേളിലേക്ക് കയറി വരാനായിട്ട്. സോ അതുകൊണ്ട് നമുക്ക് ഈ മേളിലിരിക്കുന്ന ആൾ എന്തെന്ന് പറയാം? അയാൾ ഒരു അൾട്രോയിസ്റ്റ് ആണെന്ന് പറയാം. എക്സാമ്പിൾ നോക്കിക്കേ. മനു ഈസ് എ ഡോക്ടർ ആൻഡ് ഹി ഈസ് എൻ അൾട്രോയിസ്റ്റ്. ഹി ഈസ് ഡൂയിങ് ഓൾവേസ് ബെസ്റ്റ് ഫോർ അതേഴ്സ്. മനു ഒരു ഡോക്ടറാണ്, മാത്രമല്ല ആളൊരു അൾട്രോയിസ്റ്റും കൂടെയാണ്. അൾട്രോയിസ്റ്റ് മീൻസ് ആളൊരു പരോപകാരിയും കൂടെയാണ്. ഹി ഈസ് ഡൂയിങ് ഓൾവേസ് ബെസ്റ്റ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? മനു. ഓക്കെ, അൾട്രോയിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അൾട്രോയിസ്റ്റ് മീൻസ് പരോപകാരി അല്ലെങ്കിൽ നിസ്വാർത്ഥനായ വ്യക്തികളെയാണ് നമ്മൾ അൾട്രോയിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ. നെക്സ്റ്റ് വേർഡ് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് കേട്ടോ. അൾട്രോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വേർഡാണ് അൾട്രൂയിസം. എന്താണ് അൾട്രൂയിസം എന്ന് വെച്ചാൽ എന്താ? ഫിലോസഫി ഓഫ് പുട്ടിങ് അനദേഴ്സ് വെൽഫെയർ അബോവ് വൺസ് ഓൺ എന്ന് വെച്ചാൽ പരോപകാരശീലം നമ്മൾ പറയത്തില്ലേ, അതായത് എൻ്റെ കാര്യത്തെക്കാളും ഏറെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അന്യന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, രണ്ടാമതൊരു വ്യക്തിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, ആ ഒരു ശീലം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അൾട്രൂയിസം എന്ന് പറയുന്നത്. പരോപകാരശീലം അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അൾട്രൂയിസം എന്ന് പറയുമ്പോൾ മനുഷ്യ സ്നേഹം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേർഡ് എന്താ? അൾട്രൂയിസ്റ്റ്. സെക്കൻഡ് വേർഡ് അൾട്രൂയിസം. ലിങ്ക് ചെയ്ത് പഠിക്കാമല്ലോ. ഈ ഒരു വേർഡും നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി തേർഡ് വേർഡ് ഈ അൾട്രൂയിസ്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് കേട്ടോ. ഈ തേർഡ് വേർഡ് എന്താണ്? ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ബിലീവ്സ് ഇൻ സെൽഫ് അഡ്വാൻസ്മെന്റ്, അതായത് സ്വാർത്ഥൻ. അൾട്രൂയിസ്റ്റ് നിസ്വാർത്ഥനാണെങ്കിൽ ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത്
ആ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ഇഗോയിസ്റ്റ് എന്ന് പറയുന്നത്. സ്വാർത്ഥൻ, അഹംഭാവി, അഹങ്കാരി എന്നൊക്കെ പറയത്തില്ല. അഹങ്കാരി എന്ന് പറയാൻ പറ്റില്ല, അഹംഭാവി ഇതാണ് ഇഗോയിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ഹിസ് എൻറ്റേർലി ഇഗോയിസ്റ്റ്. വളരെ സ്വാർത്ഥനാണ്. അതാണ് ഇഗോയിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഗോയിസ്റ്റ് എന്താണ്? വൺ ഹു ബിലീവ്സ് ഇൻ സെൽഫ് അഡ്വാൻസ്മെന്റ്. സ്വാർത്ഥൻ, അഹംഭാവി, ഇതാണ് ഇഗോയിസ്റ്റ്. അപ്പൊ ഇഗോയിസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സെക്കൻഡ് വേർഡ് ആണ് ഇഗോട്ടിസ്റ്റ്. എന്താണ് ഇഗോട്ടിസ്റ്റ് കേട്ടോ. ഇഗോട്ടിസ്റ്റ് ഇത് ഓർത്തേക്കുക. ഇഗോട്ടിസ്റ്റ് എന്താ? ടോക്സ് അബൌട്ട് അക്കംപ്ലിഷ്മെന്റ്സ്. അതായത് സെൽഫ് ആയിട്ടുള്ള അക്കംപ്ലിഷ്മെന്റ്സ് ഉണ്ടല്ലോ, അതിനെ പറ്റി ഇങ്ങനെ വാദോരാതെ പറയുന്ന ഒരാളെയാണ് നമ്മൾ ഇഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇഗോട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആത്മപ്രശംസ നടക്കത്തില്ല, വളരെയധികം പൊങ്ങച്ചം പറയത്തില്ല, സ്വന്തം കഴിവിനെ പറ്റിയിട്ട് ഇങ്ങനെ വാദോരാതെ പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആത്മപ്രശംസകൻ. ഓക്കെ, ആത്മപ്രശംസകൻ ആണ് ഇഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. വരുൺ തോട്ട് നീനു വാസ് ആൻ ഇഗോട്ടിസ്റ്റ് ബട്ട് ഷീ വാസന്റ്. വരുൺ കരുതി നീനു ഒരു ഇഗോട്ടിസ്റ്റ് ആണ്, സ്വന്തമായിട്ട് ഇങ്ങനെ പുകഴ്ത്തിയൊക്കെ പറയുന്ന ഒരു പ്രശംസകയാണെന്ന് വരുണ് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി നീനു അങ്ങനെയുള്ള ഒരാള് അല്ലായിരുന്നു. ഓക്കെ, അപ്പോ മനസ്സിലായല്ലോ ഇഗോയിസ്റ്റ് എന്താണ്? ഇഗോയിസ്റ്റ് വൺ ഹു ബിലീവ്സ് ഇൻ സെൽഫ് അഡ്വാൻസ്മെന്റ്, സ്വാർത്ഥൻ, അഹംഭാവി. സെക്കൻഡ് വൺ ഇഗോട്ടിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ടോക്സ് അബൌട്ട് അക്കംപ്ലിഷ്മെന്റ്സ്, അതായത് ആത്മപ്രശംസകൻ, വൺ ഹു ടോക്സ് അബൌട്ട് വൺസ് അക്കംപ്ലിഷ്മെന്റ്സ് ആണ് ഇഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി സ്വന്തമായിട്ടുള്ള കഴിവുകളെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്ന വ്യക്തികളെയാണ് നമ്മൾ ഇഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 4 വേർഡ്സ് നല്ല പക്കയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വേർഡിലേക്ക് പോവാം. അടുത്ത വേർഡ് നോക്കിക്കേ, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് കേട്ടോ ഇത്. നോക്കിക്കേ, അടുത്ത വേർഡ് നോക്കിക്കേ, ഇൻട്രോവേർട്ട്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വേർഡ് ആയിരിക്കും ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് ഒക്കെ. അപ്പൊ ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ എന്താ? ടേൺസ് തോട്ട്സ് ഇൻവേർഡ്സ് എന്ന് വെച്ചാൽ വളരെ ഷൈ ആയിട്ടുള്ള, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, വളരെ റിസർവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അതായത് അവർക്ക് സെൽഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോടായിരിക്കും വളരെയധികം താല്പര്യം. ഒരിടത്ത് ഒതുങ്ങിക്കൂടി ഇരിക്കാനായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻട്രോവേർട്ട് എന്ന് പറയുക. എന്തെന്ന് പറയുക? ഇൻട്രോവേർട്ട് എന്ന് പറയുക. എക്സാമ്പിൾ നോക്കിക്കേ. മധു ഈസ് വെരി ഷൈ ആൻഡ് കൺസർവേറ്റീവ്, സോ ഹി ഈസ് ആൻ ഇൻട്രോവേർട്ട്. എന്നൊരു ഇൻട്രോവേർട്ട് ആണ് എന്ന് പറയാം. മലയാളത്തിലെ വേർഡ് ഇതിന് അന്തർമുഖൻ എന്നാണ് പറയുന്നത് കേട്ടോ. അന്തർമുഖൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എക്സാക്ട് മലയാളം വേർഡ് നമുക്ക് ആവശ്യമില്ല, കാര്യം മനസ്സിലാക്കിയിരിക്കുക. വളരെ ഷൈ ആയിട്ടുള്ള, തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ, അവരെയാണ് നമ്മൾ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സ്ട്രോവേർട്ട്. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ടേൺ തോട്ട്സ് ഔട്ട്വേർഡ്സ്. ഇവർക്ക് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് വളരെയധികം എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രോവേർട്ട് മലയാളത്തിൽ നമ്മൾ ബഹിർമുഖൻ എന്നാണ് പറയുക. ബഹിർമുഖൻ. ഓക്കെ, വളരെയധികം എൻജോയ് ചെയ്യുന്ന, വളരെ എന്താ പറയാ, ലൈഫ് വളരെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സ്ട്രോവേർഡ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ അവരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ എക്സ്ട്രോവേർഡ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്, ഇവിടെ ഒരു ലോൺലി ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് പെൺകുട്ടിയെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻട്രോവേർട്ട് എന്ന് പറയാം കേട്ടോ. അവൾക്ക് സെൽഫ് ടൈം ആണ് ഇഷ്ടം, അവളിലേക്ക് ഒതുങ്ങിക്കൂടി അവളുടേതായിട്ടുള്ള ഒരു ലോകത്ത് കഴിയാനാണ് ഇഷ്ടം. ഇൻട്രോവേർട്ട്. എക്സ്ട്രോവേർട്ട് ഉണ്ടോ? അതേസമയം ഈ പെൺകുട്ടിയുണ്ടോ, അവളൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ആടിപ്പാടി വളരെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു കുട്ടിയാണ്. സോ ഈ കുട്ടീനെ നമുക്ക് എക്സ്ട്രോവേർട്ട് എന്ന് പറയാം. ഓക്കെ,
ഇനി ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എക്സ്ട്രോവേർട്സ് അല്ലേ. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് പൊതുവെ എക്സ്ട്രോവേർട്ട് ആയാലേ പറ്റത്തുള്ളൂ അല്ലേ. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എപ്പോഴും വളരെ എനർജറ്റിക് ആയിരിക്കും. അവർ വളരെ എനർജറ്റിക് ആയിരിക്കും, വളരെ ടോക്കറ്റീവ് ആയിരിക്കും അല്ലേ. ടോക്കറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സ്ട്രോവേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രോവേർട്ട് മനസ്സിലായി. ഇൻട്രോവേർട്ട് ഓക്കെയാണ്, എക്സ്ട്രോവേർട്ടും ഓക്കെയാണ്. ഇനി ഇത് രണ്ടും കൂടെ ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിവേർട്ട്. ആംബിവേർട്ട് എന്ന് വെച്ചാൽ ടേൺസ് തോട്ട്സ് ബോത്ത് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് എന്ന് വെച്ചാൽ അവർക്ക് ഇൻട്രോവേർട്ടിന്റെ ക്യാരക്ടേഴ്സും കാണും, ഇൻട്രോവേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാണും, അതുപോലെ തന്നെ എക്സ്ട്രോവേർട്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കാണും. ചില സാഹചര്യങ്ങളിൽ അവർ ഒതുങ്ങിക്കൂടാനും ചില സാഹചര്യങ്ങളിൽ വളരെയധികം എക്സ്പ്ലോർ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. അനു ഈസ് എൻ ആംബിവേർട്ട് ദാറ്റ് ലൈക്സ് ടു ഗോ പാർട്ടീസ്. അവൾക്ക് പാർട്ടീസിന് പോകാൻ ഇഷ്ടമാണ്, ബട്ട് ഓൾസോ അത് കൂടാതെ ലൈക്ക് ടു സ്പെൻഡ് സെൽഫ് ടൈം. അവൾക്ക് സെൽഫ് ടൈം സ്പെൻഡ് ചെയ്യാനും വളരെയധികം ഇഷ്ടമാണ്. അവളിലേക്ക് ഒതുങ്ങിക്കൂടാൻ അവൾക്ക് ഇഷ്ടമാണ്, അവളുടേതായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പാർട്ടിയിൽ പോയി എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഇൻട്രോവേർട്സും ആയിരിക്കും, ഇൻട്രോവേർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും, ഹാഫ് ഇൻട്രോവേർട്ട് ഹാഫ് എക്സ്ട്രോവേർട്ട്. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ് ആംബിവേർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. നെക്സ്റ്റ് വേർഡ് ആണ് ഓൾട്ടർക്കേഷൻ ആൻഡ് ഓൾട്ടർ ഈഗോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് കേട്ടോ. അതിൽ ഓൾട്ടർ ഈഗോ കോമൺലി ചോദിച്ച് കണ്ടിട്ടുള്ള വേർഡ് ആണ് ഓൾട്ടർ ഈഗോ. നോക്കിക്കേ, ഓൾട്ടർക്കേഷൻ എന്താണ് ഓൾട്ടർക്കേഷൻ? ഓർഗുമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓർഗുമെന്റ് മീൻസ് വഴക്ക്, ലഹള എന്നൊക്കെ പറയത്തില്ലേ, ലഹള. അതാണ് ഓൾട്ടർക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൾട്ടർക്കേഷൻ, ഈ പിക്ചർ നോക്കിക്കേ, കണ്ടോ? ഈ രണ്ട് വ്യക്തികളുടെ ഫേസ് കണ്ടാൽ അറിയാം അവർ തമ്മിൽ വഴക്കാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഓൾട്ടർക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർഗ്യുമെന്റ് വഴക്ക്, ലഹള, ഇതാണ് ഓൾട്ടർക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. മിസ്അണ്ടർസ്റ്റാൻഡിങ് ലെഡ് ടു ഓൾട്ടർക്കേഷൻ ബിറ്റ്വീൻ അനു ആൻഡ് മനു. അപ്പൊ മനുവിന്റെ ഇടയിൽ എന്ത് വന്നു? ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു പെട്ടുപോയി. അപ്പൊ എന്ത് പറ്റി? അവരുടെ ഇടയിൽ ആർഗ്യുമെന്റ്സ് വന്നു, വഴക്ക് വന്നു. ഓക്കെ, അപ്പൊ ഓൾട്ടർക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെന്റ് ആണ്, വഴക്ക്, ലഹള. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഓൾട്ടർ ഈഗോ. എന്താണ് ഓൾട്ടർ ഈഗോ? മീൻസ് അതർ പോസിബിൾ. അതായത് അതർ പോസിബിൾ എന്ന് വെച്ചാല് ഈ ഒരു പിക്ചർ കണ്ടില്ലേ, ഒരു വ്യക്തിയാണല്ലേ, ഇത് ഒരാള് തന്നെയാണ്, പക്ഷെ രണ്ട് മുഖമാണല്ലേ. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, എനിക്ക് വേറൊരു മുഖമുണ്ട്, അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത് എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ അതർ പോസിബിൾ. ഒരു വ്യക്തിയുടെ രണ്ട് മുഖങ്ങൾ. ഓക്കെ, ചിലത് ഒന്ന് കാമായിട്ടിരിക്കുന്ന ഒരു ഫേസും, ഒന്ന് കുറച്ചൊന്ന് ഇതായിട്ടിരിക്കുന്ന, ഒന്ന് വിഗ്രസ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസും. ഓക്കെ, ഒന്ന് ദേഷ്യമായിട്ടിരിക്കുന്ന വേറൊരു എൻഡോള് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസ്. അപ്പൊ ഇതാണ് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. അതായത് വ്യക്തിത്വത്തിന്റെ മറുവശം കേട്ടോ. ഒരു വ്യക്തിക്ക് രണ്ട് മുഖം, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. വ്യക്തിത്വത്തിന്റെ മറുവശം. ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ സൂക്ഷിച്ചു വെച്ചോ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതാണ് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ. ഇതിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്, ഇൻസെപ്പറബിൾ ഫ്രണ്ട്. അതായത് വളരെ ആത്മമിത്രം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ. ഇൻസെപ്പറബിൾ ഫ്രണ്ട്, അങ്ങനെ ഒരു മീനിങ് കൂടെ ഉണ്ട് ഓൾട്ടർ ഈഗോയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമല്ലേ നിങ്ങൾക്കിത് പഠിച്ചു പോകാനായിട്ട്? എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഓൾട്രോയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. അതായത് പരോപകാരി. നിസ്വാർത്ഥൻ എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾട്രോയിസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ഓൾട്രോയിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരോപകാര
ശീലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾട്രൂയിസം എന്ന് പറയുന്നത്. അടുത്ത വേർഡ് എന്തായിരുന്നു? ഇഗോയിസ്റ്റ് അല്ലേ? ഇഗോയിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്വാർത്ഥൻ, ബിലീവ്സ് ഇൻ സെൽഫ് അഡ്വാൻസ്മെന്റ്. സ്വാർത്ഥൻ, അഹംഭാവി, സ്വന്തം കാര്യത്തിൽ മാത്രം താല്പര്യമുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇഗോയിസ്റ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ നോക്കിക്കേ, ഇഗോട്ടിസ്റ്റ്. ഇഗോട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടോക്സ് അബൌട്ട് അക്കംപ്ലിഷ്മെന്റ്സ്, അതായത് ആത്മപ്രശംസകൻ, തന്നെ പറ്റി തന്നെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇഗോട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ഇൻട്രോവേർട്ട് എന്താണ്? വൺ ഹൂ ടേൺസ് തോട്ട്സ് ഇൻവേർഡ്സ്, അതായത് വളരെ ഷൈ ആയിട്ടുള്ള, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ ഓർത്തിരുന്നാൽ മതി. ലോൺലിനെസ് ഒക്കെ വളരെയധികം താല്പര്യമുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടേൺസ് തോട്ട്സ് ഔട്ട്വേർഡ്സ് എന്ന് വെച്ചാൽ എന്താ? വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടല്ലോ, ഒരു ഗ്രൂപ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് എന്താ? ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കാണ് എന്തുണ്ടാവുന്നത്? ആംബിവേർഡ്സ് ആവുന്നത്. ആംബിവേർഡ്സ് മീൻസ് പാർഷ്യലി ഇൻട്രോവേർട്ട് ക്യാരക്ടറും കാണും, പാർഷ്യലി എക്സ്ട്രോവേർട്ട് ക്യാരക്ടറും കാണും. ഓക്കെ, സോ അതാണ് ആംബിവേർഡ്സ്. നെക്സ്റ്റ് ഓൾട്ടർക്കേഷൻ ആൻഡ് ഓൾട്ടർ ഈഗോ. ഓൾട്ടർക്കേഷൻ എന്താണ്? ആർഗ്യുമെന്റ് മീൻസ് വഴക്ക്, ലഹള, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എന്താണ്? വഴക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓൾട്ടർക്കേഷൻ എന്ന് പറയുന്നത്. ഓൾട്ടർ ഈഗോ എന്ന് വെച്ചാൽ അതർ പോസിബിൾ, അതായത് മറ്റൊരു മുഖം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിത്വം, അതായത് വ്യക്തിയുടെ തന്നെ രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ രണ്ട് മുഖങ്ങൾ, അതിനെയാണ് നമ്മൾ ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. വേറൊരു മീനിങ് ഉണ്ട്. എന്താണ് വേറൊരു മീനിങ് ഉണ്ടത്? ഇൻസെപ്പറബിൾ ഫ്രണ്ട് എന്നതാണ് മറ്റൊരു മീനിങ് കേട്ടോ. ഇൻസെപ്പറബിൾ ഫ്രണ്ട്. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് നമ്മുടെ ചാപ്റ്റർ 2-നകത്തുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇതിന്റെ PDF നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജു എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. MCQ പ്രാക്ടീസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ശുഭദിനം. ബൈ.